Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about simulation analysis, one of the techniques in risk analysis. In the previous classes, we have discussed about sensitivity analysis, break-even analysis and decision tree analysis. Today, in this section, we will be discussing in detail about simulation analysis. Simulation involves representation of real life problem in the form of a model. All variables and interrelationship are put into the model or system. അപ്പോൾ സിമുലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് പ്രോബ്ലം അതിനെ നമ്മളൊരു മോഡലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു പ്രോബ്ലം റിലേറ്റ് ചെയ്തേക്കുന്ന വേരിയബിൾസിനെയും ഇൻ്റർ റിലേഷൻഷിപ്പിനെയും എല്ലാം നമ്മൾ ഈ മോഡലിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അതുവഴി നമ്മളൊരു ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ യൂസ് ചെയ്യുന്നൊരു മോഡലാണ് സിമുലേഷൻ അനാലിസിസ്. When the model is programmed through the computer, a set of outcome is available. If the output is not considered satisfactory, changes are made in the parts until the optimum output is obtained. ഇത്തരത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത മോഡൽ ഒരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റം വഴി നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വേരിയബിൾസിൽ ചേഞ്ചസ് വരുത്തുന്ന വഴി അല്ലെങ്കിൽ പാർട്സിൽ ചേഞ്ചസ് വരുത്തുന്ന വഴി ഒപ്റ്റിമം ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇത്തരത്തിലൊരു എക്സ്പെരിമെൻ്റ് ആണ് സിമുലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. In this way, experimentation is done before the optimum solution becomes known. ഇത്തരത്തിൽ എക്സ്പെരിമെൻ്റ് നടത്തി, അതായത് നമ്മളൊരു പ്രോബ്ലം റിയൽ ലൈഫ് പ്രോബ്ലത്തിനെ ഒരു മോഡൽ അല്ലെങ്കിൽ സിസ്റ്റമായി കൺവേർട്ട് ചെയ്ത് അതിനെ കമ്പ്യൂട്ടറൈസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ അതിൻ്റെ പല പാർട്സിലും ചേഞ്ചസ് വരുത്തുകയും വൺസ് ആ ഏത് ഒപ്റ്റിമം സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒപ്റ്റിമം ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നവരെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സിമുലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. Simulation method is an analytical method meant to imitate a real life system, especially when other analyses are too mathematically complex. നമ്മൾ ഇത്തരത്തിലുള്ള സിമുലേഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു പല വേരിയബിൾസ് നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് കോംപ്ലെക്സ് ആയതുകൊണ്ട്, അതായത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സിമുലേഷൻ അനാലിസിസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോജക്റ്റ് റിസ്ക് അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് ആ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വേരിയബിൾസ് ക്വാണ്ടിഫൈബിൾ ടേംസ് അല്ലെങ്കിൽ കൃത്യമായ അളവിൽ നമുക്ക് കണ്ടെത്താൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ സിമുലേഷൻ അനാലിസിസ് യൂസ് ചെയ്യും. അതായത് ഈ പ്രോജക്റ്റിനെ നമ്മളൊരു മോഡലായി കൺവേർട്ട് ചെയ്ത് ആ മോഡൽ ഒരു കമ്പ്യൂട്ടറൈസ് പ്രോഗ്രാം വഴി നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അത്തരത്തിൽ ആ പ്രോജക്റ്റിന്റെ റിസ്ക് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സിമുലേഷൻ അനാലിസിസ് യൂസ് ചെയ്യാം. Now let us see what are the basic concepts of simulation. Simulation is the process of creating a model of an existing or proposed system in order to identify and understand the factors that control the system or predict the future behavior of the system. ഇപ്പോൾ സിമുലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ നിലവിലുള്ളൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രപ്പോസ് സിസ്റ്റം, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ പ്രപ്പോസലിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു സിമുലേഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്യും. അതിൽ നിന്നും ആ ഒരു പ്രോജക്റ്റിന് എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, കൺട്രോളിങ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എന്തായിരിക്കും അതിൻ്റെ ഫ്യൂച്ചർ ബിഹേവിയർ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സിമുലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. Simulation provides a way in which alternative designs, plans and policies can be evaluated without going for a real system. അതായത് നമ്മുടെ മുമ്പിൽ ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് ഉള്ളപ്പോൾ ഓരോ ഓൾട്ടർനേറ്റീവ്സും എന്ത് ഔട്ട്കം തരുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ് മോഡലാണ് സിമുലേഷൻ അനാലിസിസ്. അല്ലാതെ ഓരോ പ്രോജക്റ്റിനെയും റിയലി ആ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ നമുക്ക് ഓരോ പ്രോജക്റ്റിനെയും ഓരോ ഓൾട്ടർനേറ്റീവ്സിനെയും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സിമുലേഷൻ അനാലിസിസ് യൂസ് ചെയ്യാവുന്നതാണ്. Simulation analysis is the process of developing a mathematical representation of an actual or proposed product in a computer model. ഒരു പ്രോജക്റ്റ് പ്രപ്പോസലിനെ ഒരു കമ്പ്യൂട്ടർ മോഡലായി കൺവേർട്ട് ചെയ്ത് അതുവഴി അതിനെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി അതിൻ്റെ കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനും എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും എല്ലാം സിമുലേഷൻ അനാലിസിസ് ഹെൽപ്ഫുൾ ആണ്. Now let us see what is Monte Carlo simulation technique. The method of solving problems using random number is termed as Monte Carlo simulation technique.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിയൽ ലൈഫ് പ്രോബ്ലത്തിനെ ഒരു റാൻഡം നമ്പർ, നമ്മൾ നേരത്തെ ഒരു മോഡൽ അല്ലെങ്കിൽ സിസ്റ്റമായി കൺവേർട്ട് ചെയ്യുന്നത് പറഞ്ഞ പോലെ ഒരു റാൻഡം നമ്പർ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മോണ്ടെ കാർലോ സിമുലേഷൻ ടെക്നിക് എന്ന് പറയാം. It can be used to solve a variety of problems involving stochastic situations. A stochastic situation is one where some or all parameters of the problem are described by random variables. അതായത് ഒരു പ്രോബ്ലത്തിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും അൺഅവൈലബിൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലമായിട്ട് ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന നമുക്ക് ഡേറ്റാസ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ആണ് നമ്മൾ റാൻഡം വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് മോണ്ടെ കാർലോ സിമുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. Now let us look into the steps in simulation analysis. At first, establishing cumulative probability. Cumulative probability are to be established for the given probability of occurrence of events. എന്താണ് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന് മുമ്പേ ഈ സിമുലേഷൻ അനാലിസിസ് മനസ്സിലാവാനായിട്ട് നമുക്കൊരു എക്സാമ്പിളിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റിന് ഉണ്ടാകുന്ന ഡിമാൻഡാണ്. ഡിമാൻഡ് വേരി ചെയ്യുന്നു, റാൻഡമായിട്ട് വേരി ചെയ്യുന്നു, സ്ഥിരമായിട്ട് ഒരു വേരിയേഷൻ അല്ല, റാൻഡം വേരിയേഷൻ ആണ്. അതായത് ഡിമാൻഡ് പെർ ഡേ ഈക്വൽ ടു 30, 38, 47, 56 ഇങ്ങനെ പല രീതിയിൽ റാൻഡമായിട്ടാണ് ഡിമാൻഡ് വേരി ചെയ്യുന്നത്. അതിൻ്റെ പ്രോബബിലിറ്റിയും താഴെ കൊടുത്തിട്ടുണ്ട്. 0.15, 0.25, 0.45 ആൻഡ് 0.15 ഇങ്ങനെ പല പ്രോബബിലിറ്റിയിലുള്ള ഡിമാൻഡ് വേരിയേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സിമുലേഷൻ അനാലിസിസ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്ത 7 ദിവസം എന്തായിരിക്കും ഈ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്നാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന പ്രോബബിലിറ്റി, ആദ്യത്തെ പ്രോബബിലിറ്റിയും അതിന് തൊട്ട് താഴെ പ്രോബബിലിറ്റിയുമായി ആഡ് ചെയ്ത് ക്യുമുലേറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോബബിലിറ്റി സെക്കൻഡ് കോളത്തിൽ തന്നിരിക്കുന്ന പ്രോബബിലിറ്റിയുടെ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയാണ് നമ്മൾ തേർഡ് കോളത്തിൽ കണ്ടുപിടിക്കുന്നത്. 0.15 പ്ലസ് 0.25 അപ്പോൾ നമുക്ക് 0.40 കിട്ടും. അത്തരത്തിൽ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് 1 എന്ന് കിട്ടും ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി. ഇത്തരത്തിൽ ആഡ് ചെയ്ത് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്നത്. In the second step, establish tag numbers. Tag numbers are to be assigned to the event in such a way that tag number represents the cumulative probability. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ടാഗ് നമ്പർ അസൈൻ ചെയ്യുകയാണ്. ടാഗ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയോട് ചേരുന്ന രീതിയിലാണ് നമ്മൾ ടാഗ് നമ്പർ അസൈൻ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച 30 ഡേയ്സ് ഡിമാൻഡ് ഉണ്ടായിരുന്നപ്പോൾ നമുക്കുണ്ടാകുന്ന ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.15 ആണ്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ടാഗ് 0 to 14 ആണ്. അതായത് 0.15 ആയതുകൊണ്ട് തന്നെ 0 to 14 ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ടാഗ് നമ്പർ. സെക്കൻഡ് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.40 ആയതുകൊണ്ട് തന്നെ 14 ശേഷം 15 to 39, 40 ആയതുകൊണ്ട് 39 വരെ, അതിനുശേഷം 40 to 84, 85 to 99 ഈ രീതിയിലാണ് നമ്മൾ ടാഗ് നമ്പർ അസൈൻ ചെയ്യുന്നത്. The third step is to obtain random number. Random number are to obtain from random number table. ഒരു റാൻഡം നമ്പർ ടേബിളിൽ നിന്നും നമുക്ക് ഈ ഒരു ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിക്ക് തക്കതായ റാൻഡം നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു മോണ്ടെ കാർലോ സിമുലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു റാൻഡം നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സിമുലേഷൻ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് റാൻഡം നമ്പേഴ്സ് യൂസ് ചെയ്ത് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് മോണ്ടെ കാർലോ സിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു ടേബിളാണ് റാൻഡം നമ്പർ ടേബിൾ എന്ന് പറയുന്നത്. ഈ റാൻഡം നമ്പർ കുറച്ച് നമ്പേഴ്സ് റാൻഡമായി കൊടുത്തിരിക്കുന്നതാണ്. അത് ഇതിൽ നിന്ന് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റാൻഡം നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 7 ദിവസത്തെ ഡിമാൻഡാണ്, വരുന്ന 7 ദിവസത്തെ ഡിമാൻഡാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് റാൻഡം നമ്പേഴ്സ് ചൂസ് ചെയ്യാം, 7 നമ്പേഴ്സ് കിട്ടുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 40യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന് ഹൊറിസോണ്ടലായിട്ടുള്ള നമ്മൾ 7 നമ്പേഴ്സ് സെലക്ട് ചെയ്യാണ്. 40, 92, 47, 1, 65, 69 എന്ന രീതിയിൽ 7 നമ്പേഴ്സ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഹൊറിസോണ്ടലായിട്ട് സെലക്ട് ചെയ്യാം, വേർട്ടിക്കലായിട്ട് സെലക്ട് ചെയ്യാം, മുകളിലോട്ടോ താഴോട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ടേബിളിൽ നിന്നും റാൻഡം നമ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത്തരത്തിൽ റാൻഡം നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. The fourth step is correlating the random numbers. The random numbers are to be correlated
with the tag numbers assigned to the event and identify the values of respective events. അപ്പോൾ ഈ റാൻഡം നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത 7 ദിവസത്തെ ഡിമാൻഡ് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന ഡിമാൻഡ് പെർ ഡേ നമുക്ക് 4 ഡിമാൻഡ് പെർ ഡേ തന്നിട്ടുണ്ട്. 30, 38, 47, 56. അതിൻ്റെ ടാഗ് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത കോളത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ട്രയൽ നമ്പേഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ 7 ദിവസത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെയാണ് 7 ട്രയൽ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7 എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്ത 7 ദിവസത്തെയാണ് നമുക്ക് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് 7 ട്രയൽ നമ്പേഴ്സ്. എത്ര ദിവസമാണ് കണ്ടുപിടിക്കുന്നത് അത് നമുക്ക് ട്രയൽ നമ്പേഴ്സിന് എണ്ണം കൂടും. അതിൽ നിന്ന് ശേഷം അടുത്ത കോളത്തിൽ നമ്മൾ നേരത്തെ റാൻഡം നമ്പർ ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്ത റാൻഡം നമ്പേഴ്സ് ഓരോ ട്രയലിൻ്റെ നേരെയും ഓരോ റാൻഡം നമ്പേഴ്സ് കൊടുത്തിരിക്കുകയാണ്. ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്? അതായത് ഫസ്റ്റ് ട്രയലിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റാൻഡം നമ്പർ 40 ആണ്. ഈ 40 എന്ന് പറയുന്നത് ടാഗ് നമ്പറിനകത്ത് ഏത് ടാഗ് നമ്പർ ഇൻക്ലൂഡ് ചെയ്യും എന്ന് നോക്കണം. 40 എന്ന് പറയുന്നത് നമുക്ക് 40 to 84 എന്ന ടാഗ് നമ്പറിനകത്താണ് നമുക്ക് റാൻഡം നമ്പർ 40 വരുന്നത്. അതായത് നമ്പർ 40 ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് 40 to 84 എന്ന ടാഗ് നമ്പറിൻ്റെ. അതായത് അതിൻ്റെ അർത്ഥം ഡിമാൻഡ് 47 ആയിരിക്കും. ഡിമാൻഡ് പെർ ഡേൻ്റെ അകത്ത് 47 ആയിരിക്കും നമുക്ക് അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രയലിൽ ആദ്യത്തെ ദിവസം, അടുത്ത 7 ദിവസത്തിൽ ആദ്യത്തെ ദിവസത്തിൽ റാൻഡം നമ്പർ 40 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് എന്തായിരിക്കും? 47 ആയിരിക്കും. ഇതേപോലെ തന്നെ ഓരോ ട്രയൽ നമ്പേഴ്സിനെയും കണ്ടുപിടിക്കണം. ട്രയൽ 2ൽ റാൻഡം നമ്പർ 92 ആണ്. 92 എന്ന് പറയുന്നത് 85 ആൻഡ് 99ൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു റാൻഡം നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് പെർ ഡേ എത്ര ആയിരിക്കും? 56 ആയിരിക്കും. അപ്പോൾ ട്രയൽ 2ൻ്റെത് റാൻഡം നമ്പർ 92, അതുകൊണ്ട് രണ്ടാം ദിവസത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് 56 ആയിരിക്കും. ഇതേപോലെ തന്നെ തേർഡ് ഡേക്ക് നമുക്ക് 47 ആണ് റാൻഡം നമ്പർ. 47 എന്ന് പറയുന്നത് വീണ്ടും 40 ആൻഡ് 84 എന്ന ടാഗ് നമ്പറിൻ്റെ ഇടയിൽ വരുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഡിമാൻഡ് 47 ആയിരിക്കും. ഇത്തരത്തിലാണ് നമ്മൾ സിമുലേഷൻ അനാലിസിസിനകത്ത് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്. റാൻഡം നമ്പേഴ്സ് യൂസ് ചെയ്ത് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമുലേഷൻ അനാലിസിസിനെ കുറിച്ചാണ് പഠിച്ചത്. ഒരു റിയൽ ലൈഫ് പ്രോബ്ലത്തിനെ ഒരു മോഡലായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റമായി റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഔട്ട്കംസ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് സിമുലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ മോണ്ടെ കാർലോ സിമുലേഷൻ അനാലിസിസ് നമ്മൾ കണ്ടു. ഒരു മോഡൽ എന്ന രീതിയിൽ റാൻഡം നമ്പേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡ്. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ സിമുലേഷൻ അനാലിസിസ്? എക്സ്പ്ലെയിൻ മോണ്ടെ കാർലോ സിമുലേഷൻ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് സ്റ്റെപ്സ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.